ആ പൂച്ചേനെ അടിച്ച് അവന്മാരെ വിളിക്കേണ്ട വരും. ഇപ്പം തന്നെ വിളിച്ചേക്കാം. ഹലോ, പെട്ടെന്ന് നിങ്ങൾ വാ, എന്നെ ആ പൂച്ച അടിച്ച്. ശരി. എടാ, ഞാനില്ലേ ആ പാമ്പിന് ഒരു അടി എടുത്തായിരുന്നു. എന്തായാലും പാമ്പ് എന്നെ തിരിച്ചടിക്കാൻ വരും. നീ എൻ്റെ അടുത്ത് വരണം. പൂച്ച എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം നമ്മൾ എന്തായാലും ക്ഷമയോടെ വയ്ക്കണം. എന്തായാലും ഒരു അടി നമുക്ക് വരണമായിരുന്നു. നമ്മൾക്ക് എന്നെ അവൻ അടിച്ചത് സാറേ, നമുക്ക് പകരം ചോദിക്കണം. ഓക്കെ. ആ പൂച്ചയിൽ നമുക്ക് വക വരുത്തണം. നമുക്ക് തുടങ്ങാം പ്ലാൻ. പക്ഷേ നമുക്ക് ഒരു മികച്ച ബുദ്ധിയുള്ള ഒരുത്തനെ കണ്ടുപിടിക്കണം. അവനത് വിളക്കേ അറിയത്തില്ല. ഇതിന് ഐഡിയ ഉണ്ട്. ബുദ്ധിച്ചാൽ കുറുക്കനെ വിളിച്ചാലോ? അത് മതി. കുറുക്കനെ വിളിക്കണ്ട, കനക്കൊണ്ടിനെ വിളിച്ചാലോ? കനക്കൊണ്ട വേണ്ട, ആ തടിയൊന്നും അറിയത്തില്ല. പക്ഷേ കുറുക്കൻ്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പൂച്ചേനെ അടിക്കാം. നമുക്ക് ആ കുറുക്കനെ അടുത്ത് സഹായം ചോദിക്കാം. കുറുക്ക, എനിക്കറിയാം നിങ്ങൾ പറയാൻ വന്ന എന്തുവാണെന്ന്. വലിയ പൂച്ചയുടെ കൂടെ നിങ്ങൾ പോയി അടിവിടെ നിന്നതല്ലേ? എനിക്ക് കിട്ടിയതാ ഒരു ദിവസം അവൻ്റെ നടി. അന്ന് തീരുമാനിച്ച അവൻ എനിക്കൊരു പണി കൊടുക്കണമെന്ന്. നിങ്ങൾ വിഷമിക്കണ്ട, എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഞാൻ ആലോചിക്കണ്ട. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ വന്നേ, ഐഡിയ പറഞ്ഞാലോ? ഈ ഐഡിയ എങ്ങനെയുണ്ട്? ഈ ഐഡിയ നല്ല ദിവ്യ ദൃഷ്ടിയിൽ കൂടെ ഞാൻ കണ്ടതാണ്. കുഴപ്പമില്ല, പൂച്ചയിൽ നിങ്ങൾ അടിച്ചു വീഴ്ത്തണം. ഓക്കെ? ഞാൻ ദിവ്യ ദൃഷ്ടിയിൽ കൂടെ അവനെ നിങ്ങളിൽ അടിക്കുന്നതിൽ നിന്ന് തടയാം. ഓക്കെ? നീ പോയിക്കോ. ബുദ്ധി നോക്കിക്കോലേ. അങ്ങനെ ഉണ്ടായിരുന്നടി, എല്ലാവരും ഇളക്കം തീരുന്നില്ലേ? പൊന്നൂര് ഇമ്മാതിരി അടി അടിക്കല്ലേ? ഞാനോട് ഇത്ര ആദ്യം അടിയാ തീരുന്നു. ഞാൻ പോവാട്ടാ. ചേട്ടാ.